വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയ ജീവനക്കാരെ കൊണ്ട് വിലാപകാവ്യം രചിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സർക്കാരിന് പൂർണ്ണ അവഗണനയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു ധനമന്ത്രിയുടെ ഉറപ്പ്. അടിയന്തര പ്രമേയ അവതരണ നോട്ടീസ് ചർച്ചയിലും നിയമസഭയിൽ നിറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട്. ആനുകൂല്യങ്ങൾ സർക്കാർ കവർന്നെടുക്കുന്നുവെന്ന് ആരോപിച്ച് പണിമുടക്ക് നടത്തുന്ന ജീവനക്കാർക്ക് പിന്തുണയുമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു: സാർ, ഇത് ഇവിടെ ജീവനക്കാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുന്നു എന്ന് ജോയിന്റ് കൗൺസിൽ ഇറക്കിയ നോട്ടീസാണ് സാർ. ഈ ലീവ് സറണ്ടർ ഇല്ലാതായിട്ട്, ഈ പിന്നെന്താ സർവീസ് വെയിറ്റേജ് ഇല്ലാതായിട്ട്, HBA ഇല്ലാതായിട്ട്, പിന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടിയ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. സാറ് പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന് പുനർനിയമനം കിട്ടി സാർ. ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ? രാജസദസ്സിലെ വിദൂഷകരോടാണ് വാഴ്ത്തുപാട്ടുകാരെ പ്രതിപക്ഷ നേതാവ് ഉപമിച്ചത്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശവും. ഞാൻ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, നമുക്കിങ്ങനെ പഴയ രാജകൊട്ടാരങ്ങളിൽ വിദൂഷകരുണ്ടായിരുന്നു ധാരാളം. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ വാഴ്ത്തുപാട്ടുമായിട്ട് വരികയാണ്. അവര് തന്നെ വിലാപകാവ്യം രചിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് മറക്കുകയും ചെയ്യുന്ന UDFന്റെ ശൈലിയല്ല ഇടതു സർക്കാരിനെന്ന് ധനമന്ത്രിയുടെ മറുപടി. പറഞ്ഞതിലുമപ്പുറം ജീവനക്കാർക്ക് ഇടതു സർക്കാർ നൽകും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയും സർക്കാർ ആലോചിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാകുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ജീവനക്കാരുണ്ടെങ്കിലേ, നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലേ സംസ്ഥാനം നിൽക്കൂ. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്നതിനെ പറ്റി ഒരക്ഷരം ധനമന്ത്രി പറഞ്ഞില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.